ഹലോ ഗൈസ്, അപ്പോൾ ട്രിപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സാധനം റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇത് ലോക്കൽ പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തെടുത്താണ്. അതുകൊണ്ട് 314 രൂപ. അപ്പോൾ സാധനം എന്താന്ന് പറഞ്ഞില്ലല്ലോ, ഇത് ഫ്ലാഷറാണ്, ഇൻഡിക്കേറ്റർ ഫ്ലാഷർ. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം. ആ യെല്ലോ കളർ കവറിനകത്തുണ്ടായിരുന്ന പാക്കേജ് ആണിത്. ഇത് ബബിൾ കവറിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ തുറക്കുമെന്ന് അറിയില്ല. അതും കയറി എടുക്കാം. ഇത്ര റേറ്റ് കുറവിൻ്റെ സാധനമുണ്ട്. ക്വാളിറ്റി അത്ര തന്നെ പ്രതീക്ഷയാണ്. അപ്പം ഇതാണ് സാധനം. എൻ്റെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. ചോക്ക് ആയിട്ടാന്ന് തോന്നുന്നു. എങ്ങനെ തുറക്കുക? എടുക്കണം. പുറകിലാണ് 2 റിലേ ഉണ്ട്. പിന്നെ റെഡ് ബ്ലാക്ക് 2 യെല്ലോ ലൈൻസ്. ബ്ലാക്ക് നെഗറ്റീവ്, പോസിറ്റീവ്, ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേഷന് കൊടുക്കുന്നതാണ് ഈ 2 യെല്ലോ വയേഴ്സ്. ഇത്രേ ഉള്ളൂ. നമുക്കെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, എൻ്റെ വണ്ടി ഈ ഇരിക്കുന്നതാണ്, നേക്കഡ് സ്പോട്ട് ബൈക്കർ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കില്ല, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൂളാണ്. നമ്മളപ്പോൾ ഫ്ലാഷർ ഇതിനകത്താണ് വെക്കാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്തുനിന്ന് 6-ൻ്റെ അല്ലെങ്കിൽ NS-ന് വേണ്ടി 6-ൻ്റെ എല്ലെങ്കിയാണ് വേണ്ടത്. ഞാനാണ് ഓൾറെഡി ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കാണിക്കുമ്പോഴത്തേന് യൂട്യൂബിൽ കാണിക്കുമ്പോഴത്തേക്കിന് പ്രോപ്പറായിട്ട് വെച്ച് കാണിക്കണമല്ലോ. പിന്നെ നിങ്ങളെ കാണിക്കുമ്പോൾ തെറ്റായിട്ട് വെച്ച് കഴിഞ്ഞ് ബാറ്ററിയൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ 4 അല്ലെങ്കിൽ സ്ക്രൂ നമുക്ക് ഊരിയെടുക്കണം. അപ്പുറം ഇപ്പുറം ഉണ്ട്, അങ്ങനെ 4 NS-ൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ 4 ഊരി എടുക്കണം. പഴയ വീഡിയോക്കാളിലും ക്ലാരിറ്റി കുറവായിരിക്കും. കാരണം പഴയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ iPhone 6-ലാണ് ഷൂട്ട് ചെയ്തത്. അത് കംപ്ലൈൻ്റ് ആയിട്ട് റെഡിയാകാൻ കൊടുത്തേക്കാണ്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് Redmi 4 Note 4-ലാണ്. ഹെഡ് ഊരിയെടുത്ത് നമുക്ക് പിന്നെ വേണ്ട ഫ്ലാഷ് നോക്കുമ്പോൾ വേറൊരു സാധനം വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചാണ്. സാധാരണ 4 ഇൻഡിക്കേറ്റർ നോക്കുന്ന സ്വിച്ച്, അതിൻ്റെ കണക്ഷൻ ഞാൻ ഇതാണ് അതിൻ്റെ കണക്ഷൻ. ആ സ്വിച്ചിൻ്റെ ഒരു കണക്ഷൻ കീസെറ്റിൻ്റെ പോസിറ്റീവ് കൊടുത്തേക്കുന്നു. കീസിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തേക്കാണ് ഒരു വയർ. സ്വിച്ചിൽ നിന്നിരുന്ന ഒരു ലൈൻ, പിന്നെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലാഷറിൻ്റെ പോസിറ്റീവ്, ഈ റെഡ് കളർ ലൈൻ കണ്ടോ, ഇതാണ് ഫ്ലാഷർ. ഇതിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തേക്കുന്നു. സ്വിച്ചിൽ നിന്നിരുന്ന മറ്റൊരു ലൈൻ. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് എർത്തായിട്ട് എവിടെ വേണമെങ്കിലും കൊടുത്താൽ മതി. പക്ഷേ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് സ്ക്രൂ ആയിട്ട് വരുന്ന എർത്തെങ്ങും ഇല്ല. അപ്പോഴത്തേന് ഞാൻ ഇതുണ്ടോ, ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഇതിനകത്ത് എർത്തുണ്ട്. ഈ ബ്ലാക്കും വൈറ്റും കൂടെ കാണുന്ന ഈ വയറാണ് എർത്ത്. ഇതിൻ്റെ ബ്ലാക്ക് വയർ അപ്പോൾ നമ്മൾ എർത്ത് കൊടുത്താൽ മതി. എവിടെയെങ്കിലും കൊടുത്താൽ മതി. പക്ഷേ ഇതിനകത്ത് ഒരു എന്താ പറയുക, എർത്ത് വരുന്നൊരു ഭാഗം ഞാൻ കണ്ടില്ല. ഒരു സ്ക്രൂ ആയിട്ടിരിക്കുന്ന ഒരു ഭാഗം കാണാത്തതുകൊണ്ട് ഹെഡ്ലൈറ്റിൻ്റെ എർത്തെ കൊടുത്തു. ഈ യെല്ലോയും ബ്ലാക്കും തോന്നുന്നു ഈ ലൈനിൽ കൊടുത്തേക്കുന്നു. പിന്നെ ഫ്ലാഷിനകത്തുനിന്ന് 2 യെല്ലോ കളർ വയർ വരുന്നുണ്ട്. അത് ഇൻഡിക്കേറ്ററിൻ്റെ ലൈൻസിൽ കൊടുത്തേക്കുക. ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവിലും റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവിലും അങ്ങനെ കൊടുത്തിട്ടേക്കുന്നു. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
കീ ഓണാക്കി ഇനി ഇൻഡിക്കേറ്റർ, നോർമൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതിന് നോർമൽ ഇൻഡിക്കേറ്ററെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലാഷർ ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഈ ജസ്റ്റ് ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി, ഫ്ലാഷർ ഓൺ ആകും. പിന്നെ ഈ സ്വിച്ച് ഒന്നുകൂടെ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുകയാണെങ്കിൽ വേറെ മോഡ് കത്തും. പിന്നെ ഓണാക്കി ഓഫ് ആക്കുമ്പോൾ വേറെ മോഡ്, പിന്നെയും ചെയ്യുമ്പോൾ വേറെ മോഡ്. അങ്ങനെ 16 മോഡുകളുണ്ട് ഈ ഫ്ലാഷറിനകത്ത്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്ലാഷർ എടുത്ത് ഇവിടെ വെക്കാം. ഇവിടെ കറക്റ്റായിട്ട് കയറിയിരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തേക്കാം, ഹെഡ് സെറ്റ് ചെയ്ത് നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ ആഴ്ചത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും.